ഇനി ആരോഗ്യമുള്ള പല്ലുകൾക്കായി ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് 6238355070. VS എറണാകുളത്തെത്തിയാൽ ഏറ്റവും കൂടുതൽ തങ്ങുന്നത് ആലുവ പാലസിലാണ്. ആലുവ പാലസാണ് VSന്റെ രണ്ടാം വീട് എന്ന് അറിയപ്പെടുന്നത്. VS അച്യുതാനന്ദന്റെ രണ്ടാം വീടായിരുന്നു ആലുവ പാലസ്. തലസ്ഥാനം വിട്ട് മറ്റൊരു സ്ഥലത്ത് ഒരുപക്ഷെ അദ്ദേഹം ഏറ്റവും അധികം താമസിച്ചിട്ടുള്ളത് ആലുവ പാലസിലാകണം. പാലസിലെ മെനുവും പ്രകൃതി സൗന്ദര്യവും പഴമയുടെ പ്രൗഢിയുമാണ് VSനെ ഇവിടേക്ക് ആകർഷിച്ചത്. അദ്ദേഹം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്നപ്പോൾ തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ വേനൽക്കാല വസതിക്ക് പഴയ രാജകീയ പ്രതാപം തിരിച്ചു കിട്ടി. 13 കിടപ്പുമുറികളുള്ള പാലസിൽ താഴത്തെ നിലയിൽ 107 നമ്പർ മുറിയായിരുന്നു VSന് ഇഷ്ടം. ഇതിന്റെ പിന്നിലെ വാതിലും ജനലുകളും തുറന്നിട്ടാൽ പെരിയാറും ശിവരാത്രി മണപ്പുറവും തൊട്ടടുത്ത് കാണാം. മൂന്നാറിലെ ഇടിച്ചുനിരത്തലിന്റെ ബ്ലൂ പ്രിന്റ് ഒരുങ്ങിയത് ഇവിടെയാണ്. പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ കസാര തെറിപ്പിച്ച പെൺഡ്രൈവ് വിവാദത്തിന് തീ കൊളുത്തിയതും ഇവിടെ നിന്ന് തന്നെ. 107 നമ്പർ മുറിയോട് VSനുണ്ട പ്രിയം രാഷ്ട്രീയ വൃത്തങ്ങളിൽ പ്രസിദ്ധമാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ ഒരിക്കൽ VSന് വേണ്ടി ഈ മുറി ഒഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. VSന് റൂം ഫ്രഷ്നറിന്റെ മണം ഇഷ്ടമായിരുന്നില്ല. സാമ്പ്രാണിത്തിരിയുടെ ഗന്ധത്തോടായിരുന്നു താല്പര്യം. VS വരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പേ ജീവനക്കാർ 107 സാമ്പ്രാണിത്തിരി കത്തിച്ച് പുകയ്ക്കുമായിരുന്നു. പാലസിലെ പൂന്തോട്ടത്തിന് ചുറ്റും രാവിലെയും വൈകിട്ടും 3 മണിക്കൂർ നടത്തം ദിനചര്യയുടെ ഭാഗമായിരുന്നു. സാമ്പ്രാണിത്തിരിയുടെ ഗന്ധം പരന്ന മുറിയിൽ തലയിലും കാലിലും ഒരേ തലയണ വെച്ചാണ് VS തുടങ്ങിയിരുന്നത്. നമുക്കൊക്കെ പ്രിയപ്പെട്ട സഖാവ് VSന്റെ ഏറ്റവും പ്രിയപ്പെട്ട മുറിയായിരുന്നു ഈ ഹെറിറ്റേജ് ബിൽഡിങ്ങിലെ 107 നമ്പർ മുറി. അദ്ദേഹം പാലസിലേക്ക് വരുമ്പോൾ ഒരു അതിഥി വരുന്നു എന്ന പ്രതീതിയിലായിരുന്നില്ല ഞങ്ങൾ ജീവനക്കാർക്കും ഉണ്ടായിരുന്നത്. നമ്മുടെയൊക്കെ വീട്ടിലെ തന്നെ ഒരു മുതിർന്ന കാരണവർ വരുമ്പോൾ എങ്ങനെയാണോ ആ രീതിയിലായിരുന്നു ഞങ്ങളോട് അദ്ദേഹത്തിനുള്ള അടുപ്പവും അദ്ദേഹത്തിന് ഞങ്ങളോടുള്ള അടുപ്പവും. ചിട്ടയായ ജീവിതക്രമമാണ് 100ാമത്തെ വയസ്സിലും അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങളുടെ ഒരു നായകനായിട്ട് മാറാൻ സാധിച്ചത്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മ എന്നും ഞങ്ങൾക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഭക്ഷണ രീതികൾ അദ്ദേഹം എരിവ്, പുളി എന്നിവയൊക്കെ തീർത്തും ഒഴിവാക്കിയിരുന്നു. ആവിയിൽ വേവിച്ച ഭക്ഷണമാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത്. കൂടുതലും വറുത്തതും പൊരിച്ചതും ഒക്കെ അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. പിന്നെ യോഗ, എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് അദ്ദേഹം യോഗ ചെയ്യുമായിരുന്നു. പിന്നെ ഈ റൗണ്ട്, നമുക്കൊക്കെ അറിയാം, ഈ റൗണ്ടിന് ചുറ്റും അദ്ദേഹം ഒരു 4 തവണ നടക്കുമായിരുന്നു. അത് രാത്രി വൈകിയാണ് വരുന്നതെങ്കിൽ കൂടിയും അദ്ദേഹം ആ ഒരു ചിട്ട കൃത്യമായിട്ട് തന്നെ പാലിച്ചു പോകുന്നു. നാടൻ ഭക്ഷണത്തോട് ആയിരുന്നു VSന് പ്രിയം. നോൺ വെജിറ്റേറിയൻ എന്ന് പറയാവുന്നത് മുനമ്പം നെയ്മീൻ മുള്ളില്ലാത്ത ചെറിയ കഷ്ണങ്ങളാക്കി വയ്ക്കുന്ന കറി മാത്രം. അതാകട്ടെ വല്ലപ്പോഴും മതി. VSന് ഫ്രഷ് പപ്പായ കഴിക്കാനും കപ്പങ്ങാത്തോരൻ ഉണ്ടാക്കാനുമായി ഒരു കാലത്ത് പാലസ് വളപ്പ് നിറയെ പപ്പായ ചെടികൾ നട്ടുവളർത്തിയിരുന്നു. ആലുവ പാലസിന്റെ VS ഉപയോഗിച്ചിരുന്ന 107 നമ്പർ മുറി ഇപ്പോൾ അറ്റകുറ്റപ്പണിക്കായി അടച്ചിട്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ആലുവ.